ലാലേട്ടനെ കൊണ്ട് ഞാൻ ഒന്നും പറയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനെല്ലാം എൻ്റെ ഇഷ്ടമുള്ളത് ഞാനെല്ലാം തുറന്നു പറയും. എന്നിട്ട് പറയാൻ നേരത്ത് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഞാൻ കച്ച ഇട്ടിട്ടുണ്ട്, സീനിയറാ. മറ്റേ സ്റ്റിക്ക് വെച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ പെപ്പേനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ് പറഞ്ഞ് എല്ലാവരും ചിരിച്ചു. അപ്പൊ എന്റെ കോൺഫിഡൻസ് പോയി. വിജയരാഘവൻ സാർ ഗ്രാൻഡ് സൺ ഫോട്ടോ കാണിച്ചു തന്നു. എന്നിട്ട് ഇവൻ എങ്ങനെയുണ്ട്, ഞാൻ കല്യാണം ഉറപ്പിച്ചാലോ? സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഒരു മകളുടെ വാശിയുടെ കഥയാണ് ദാവീദ് എന്ന് ഒറ്റവാക്കി പറയാം. ആ മകളാണ് ഇത് നമുക്കിപ്പോൾ ഉള്ളത്, ജസ്വീജ്. സ്വാഗതം. ഹലോ. അപ്പോൾ ദാവീദ് നല്ല രീതിയിൽ തിയേറ്ററിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ? തിയേറ്ററിൽ സക്സസ്ഫുള്ളി ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡും ആണ്. ഇനി കുറേ തിയേറ്ററിൽ വരാൻ അതുകൊണ്ട് ഇപ്പോൾ ഹിറ്റ് ആവണമെന്നാണ്. അപ്പോൾ എല്ലാവരും പോയി കാണണമെന്നൊക്കെ ഉണ്ട്. സ്കൂളിലൊക്കെ എന്താണ് എല്ലാവരുടെ അഭിപ്രായം? ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും ഹാപ്പിയാണോ? പിന്നെ ടീച്ചേഴ്സ് ഒരു 2-3 തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നു. പിന്നെ ഒരു 2-3 കണ്ടു. പിന്നെ കുറേ സ്റ്റുഡൻസ് കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും കണ്ടോ? ഫ്രണ്ട്സ് കാണാൻ പോകുന്നു. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആക്ച്വലി കാണാൻ പോവാ. എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയല്ലേ ബേബി? ദാവീദിന്റെ കോറ് തന്നെ കുക്കുവാണ്. എങ്ങനെയാണ് ദാവീദിലേക്ക് എത്തിപ്പെടുന്നത്? ദാവീദ് ഗോവിന്ദ് ചേട്ടനും ദീപു ചേട്ടനും ഓഡിഷൻ ത്രൂ എന്നെ ഓഡിഷൻ വിളിച്ചു. റൈറ്ററുമാണ് ഓഡിഷൻ ചെയ്യുന്നത്. ഓക്കേ, ഏത് സീനാണ് ഓഡിഷൻ ചെയ്തതെന്ന് ഓർമ്മ ഉണ്ടോ? ഈ ഇൻട്രൊഡക്ഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സിലെ സീക്വൻസ്. ഞാൻ എന്റെ വാപ്പിനെയാണ് ക്ലാസ് കഥ പറഞ്ഞപ്പോ, ടീച്ചർ ക്ലാസ് കഥ പറഞ്ഞപ്പോ ഞാൻ എന്റെ വാപ്പിനെ ഹീറോ ആയിട്ട് ഗോവിന്ദേട്ടനാണോ അത് ദീപു ചേട്ടനാണോ ഏറ്റവും കൂടുതൽ കമ്പനി ആയിട്ടുണ്ടായിരുന്നത്? ഡയറക്ടറാണോ റൈറ്ററാണോ? ദീപു ചേട്ടൻ റൈറ്ററാണ്. പക്ഷെ രണ്ടുപേരും ഈക്വൽ ആണ്. ഗോവിന്ദ് ചേട്ടനെ ഞാൻ കൂടുതൽ കാണാറില്ല. കാണാറുണ്ട്, പക്ഷേ ചില സമയത്ത് ബിസിയാണ്. സീനൊക്കെ നരേറ്റ് ചെയ്ത് തരുന്നത് ദീപു ചേട്ടനായിരുന്നോ? ദീപു ചേട്ടൻ. അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് പറഞ്ഞുതരും. എന്താണ് ദീപു ചേട്ടനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ഞാൻ ആദ്യം ഫ്രണ്ട്സ് ആയത് ഇവരെ കണ്ടുവച്ചാണ്. എന്തൊക്കെ കുസൃതികളാണ് രണ്ടുപേരും കൂടെ ഒപ്പിച്ചിട്ടുള്ളത് ദീപു ചേട്ടനും കുക്കും കൂടെ തമ്മില്? എനിക്ക് കുസൃതി അല്ല, ഇത് ആക്ച്വലി കുസൃതി ആണോന്ന് അറിയില്ല. എനിക്ക് അങ്ങനെയൊന്നുമല്ല. എനിക്ക് മാഗി വേണം, ഓർഡർ മീനോ, എന്നിട്ട് ഓർഡർ ചെയ്ത് തരും. അല്ലേ എനിക്ക് ലഞ്ചിന് എനിക്ക് ബിരിയാണി വേണം, ഓർഡർ മീനോ. അങ്ങനെയായിരുന്നു ഞാൻ ഓർഡർ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മൂടി പോയി. നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലേ നിങ്ങൾ രണ്ടുപേരും? ഗോവിന്ദേട്ടനോ? ഗോവിന്ദേട്ടനും ഇത് കണക്ക് പറയായിരുന്നു, ഓർഡർ ചെയ്ത് തരണം എന്നൊക്കെ പറയായിരുന്നു. ഓർഡർ ചെയ്ത് തരും. അപ്പം വിജയരാഘവൻ സാറുമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വിജയരാഘവൻ കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയായിരുന്നു സാറുമായിട്ടുള്ള അനുഭവം? ഒരു ദിവസം വിജയരാഘവൻ സാർ ഗ്രാൻഡ് സൺ ഫോട്ടോ കാണിച്ചു തന്നു. എന്നിട്ട് ഇവൻ എങ്ങനെയുണ്ട്, ഞാൻ കല്യാണം ഉറപ്പിച്ചാലോ? കുക്കുമായിട്ട് കല്യാണം ഉറപ്പിക്കിട്ടെന്ന് ഞാനപ്പം വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഫെബ്രുവരി 14 പടം റിലീസ് ചെയ്ത് അന്ന് ആരെങ്കിലും വന്ന്? അപ്പൊ ഇല്ലല്ലോ, സ്കൂളിൽ പോയില്ലല്ലേ? പടത്തിലായിരുന്നു, തിയേറ്ററിലായിരുന്നു. അപ്പൊ വിജയരാഘവൻ സാറിനോട് എന്ത് പറഞ്ഞു? ഒരു തീരുമാനം പറയണമല്ലോ. പിന്നെ പുള്ളി എന്താ പറഞ്ഞു? അപ്പം ഞാൻ എന്റെ ഗ്രാൻഡ് സണ്ണിനെ വിളിച്ചിട്ടൊക്കെ നോക്കാട്ടോ. ഗ്രാൻഡ് സൺ ഓക്കെ പറഞ്ഞോ? അതെനിക്കറിയില്ല. എന്നിട്ട് ഞാൻ പിന്നെ അങ്ങനെ ടോപ്പിക് എടുത്ത് പറഞ്ഞിട്ടില്ല. വില്ലനുമായിട്ട് എങ്ങനെയായിരുന്നു കമ്പനി? നല്ല കമ്പനിയായിരുന്നു. ഞാൻ ഒരു ബ്രേക്കില് ഞാൻ കഴിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ആ സമയത്ത് വേറെ സീൻ എടുക്കുമായിരുന്നു. അപ്പം ഞാൻ സ്റ്റേഡിയത്തിൽ ഇരിക്കാനായിട്ട് ഫാൻസ് ഇരിക്കുന്ന പോലെ അപ്പം ഞാൻ അതിന്റെ കൂടെ ഇരുന്നു. അപ്പോൾ മറ്റേ സൈനുൽ അഹമ്മദ് വില്ലന്റെ ഹെഡ് ബാൻഡ് എനിക്ക് കിട്ടി. അപ്പം ഞാനത് കെട്ടി ഇട്ടു. അപ്പൊ എന്നിട്ട് ഞാൻ പെപ്പനെ കാണിച്ചപ്പോ പെപ്പ ഇങ്ങനെ പിണങ്ങിപ്പോയി. എന്നിട്ട് പക്ഷെ വില്ലനെ കാണിച്ചപ്പോ ഭയങ്കര കമ്പനിയായിരുന്നു. നിങ്ങളുടെ നല്ല കൂട്ടായിരുന്നു. നല്ല കൂട്ടായിരുന്നു. ഇംഗ്ലീഷില് ഹലോ വാട്ട്സ്ആപ്പ്, ഹലോ
ട്രാൻസ്ലേറ്റർ ആയിരുന്നല്ലേ നിങ്ങൾ രണ്ടുപേരും? യെസ്. ഞാൻ എന്താ ആ സീനില് ഞാൻ ആക്ച്വലി ഐ സേ യു ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ചിരി. എനിക്കാണെങ്കിൽ ആ സീനൊന്നും ഓവർ ആയിരുന്നെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ്. ഐ സേ യു ട്രാൻസ്ലേറ്റ്. ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ് പറഞ്ഞ് എല്ലാരും ചിരിച്ചു. അപ്പൊ എന്റെ കോൺഫിഡൻസ് പോയി. എവറിത്തിങ് ഗുഡ്. ഏതായിരുന്നു ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ഓർമ്മ ഉണ്ടോ? അതായത് ഏറ്റവും കൂടുതൽ പാട് ഏതായിരുന്നു അഭിനയിക്കാൻ? ഏത് സീനായിരുന്നു? സെയിം തിങ്, മറ്റേ ഓഡിഷൻ എടുത്തത്. അത് ആക്ച്വലി വലിയൊരു സെന്റൻസാ. അതപ്പോ കൊറേ ഇങ്ങനെ പറയാനായിട്ട് തെറ്റ് ഉണ്ടാക്കാറുണ്ട്. തെറ്റ് കുറേ ഇല്ല. അല്ലാതെ അതിന് മുമ്പ് ആക്ഷൻ പറയുന്നതിന് മുമ്പ് ഇപ്പൊ അയ്യോ ഞാനെന്താ മിസ് ചെയ്താ, അയ്യോ ഓനോ അങ്ങനെ പാനിക്കാണ്. അങ്ങനെ കുഴപ്പമുണ്ടായില്ല. കുറെ ടേക്സ് ഒന്നും എടുത്തില്ല. ഇല്ല, ചെറിയ ടേക്ക് തന്നെ ഓക്കെ ആക്കി. 5 അങ്ങനെ ടേക്സ് എടുത്തു. പെപ്പ ചേട്ടൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നോ? സപ്പോർട്ടൊക്കെ ചെയ്യുമായിരുന്നോ നന്നായിട്ട്? സപ്പോർട്ട് ചെയ്യും. അഡ്വൈസ് ഒന്നും തരാറില്ല, തന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ സെറ്റിൽ വർക്ക് ഏറ്റവും കൂടുതൽ കമ്പനി ആയിട്ടുള്ളത് ആരുമായിട്ടായിരുന്നു? ലിജോ മോളായിട്ടായിരുന്നോ? അതായത് പെപ്പച്ചേട്ടനായിട്ടായിരുന്നോ? ആരായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കമ്പനി? സ്പോട്ട് എഡിറ്റർ പോലത്തെ അങ്ങനെ ടെക്നീഷ്യൻസിന്റെ അടുത്തായിരുന്നില്ലേ കൂടുതൽ? ഒക്കെ പോലെ. നമ്മൾ ഓരോ അടിയും സൂക്ഷിച്ചു വെക്കണം. ആരുമില്ല സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. പെങ്ങളൊക്കെ TSP തന്നെ തുക തരുമോ അളിയ? എന്റെ അമ്മേ, സ്വന്തം ഭാഷയുണ്ട്, റിലാക്സേഷൻ ഉണ്ട്, ഇംഗ്ലീഷ് പറഞ്ഞു മടുത്ത്. ഇതൊന്നും വരത്തില്ലല്ലേ? ടെക്നീഷ്യൻ ആവണോന്നാണ് ആഗ്രഹം? എന്താണ് ഒരു അംബീഷനൊക്കെ എന്താ? ഞാൻ പണ്ടൊരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട് എയർ ഹോസ്റ്റസ് ആവണോന്നാണ് അംബീഷൻ. ഇപ്പൊ സിനിമ നടി ആവണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ പാഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിനിമ കണ്ടപ്പോഴും ഞാനും വിചാരിച്ചത് അതാണ്. അതായത് ഒരു ചൈൽഡ് ആക്ട്രസിന് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയുന്നത് അവൾ നന്നായി ചെയ്തു, അല്ലെങ്കിൽ കഴിവിന്റെ പരമാവധി ചെയ്തു എന്നൊക്കെയാണ്. പക്ഷെ അതിലും കൂടുതലായിട്ട് നന്നായിട്ട് തന്നെ കൂടുതൽ ഗംഭീരമായിട്ട് എനിക്ക് സിനിമ കണ്ടിട്ട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കുക്കുവിന്റെ അഭിനയമാണ്. ഒരുപാട് ആക്ടേഴ്സുമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതായത് മലയാളത്തിന്റെ മുൻനിര ആക്ടേഴ്സുമായിട്ട് ഒരുപാട് പേരുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലെ? മമ്മൂട്ടി, മോഹൻലാല്, ബിജു മേനോൻ, ഇങ്ങനെ അവർ ഉർവശി. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ അഭിനയിച്ചതിന്റെ എക്സ്പീരിയൻസ് ആണോ ഇങ്ങനെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന? പെപ്പച്ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റില്? നല്ലായിരുന്നു, കൈൻഡ് ഫണ്ണി കെയറിങ്. പെപ്പച്ചേട്ടൻ തന്നെ നൈറ്റ് ഷൂട്ട്സിലൊക്കെ എടുത്തിട്ട് ഒക്കെ കൊണ്ടുപോയിരുന്നു. പിന്നെ ഒരു നൈറ്റ് ഷൂട്ടില് കുറെ ആൾക്കാരുണ്ടായി. അപ്പം കഴിഞ്ഞു ഒരു ബ്രേക്ക് പോലെ എന്തോ. അപ്പം എന്നെ വെറുതെ വിടത്തില്ലായിരുന്നു, ഇങ്ങനെ കൈ പിടിച്ച് എന്നെ ക്യാരവനെ കൊണ്ടേ ആക്കി. അത് കഴിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ. അങ്ങനെ കുറെ ആൾക്കാരുണ്ടായോണ്ട്. ഈ സ്കൂളിൽ പോയിട്ട് ഈ ഹുക്ക് പഞ്ച് ജാവൊക്കെ ചെയ്യാറുണ്ടോ? ഫ്രണ്ട്സിനെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് ബോക്സിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ? എന്തൊക്കെ ചെയ്യും സ്കൂളില്? വികൃതിയാണോ സ്കൂളിൽ പോയിട്ട്? നല്ല വികൃതി. എന്തൊക്കെ ചെയ്യും? ഈ പടം ഇറങ്ങിയപ്പോഴ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അപ്പോഴാണ് ഈ ഐഡിയ കിട്ടിയേ. പിന്നെ കുറെ ബോക്സിംഗ് മൂവ്സ് ഒക്കെ ഞാൻ കണ്ട് അങ്ങനെ പഠിച്ചൊന്നുമില്ല, വെറുതെ എന്തെങ്കിലും. ഇതെല്ലാം ഫ്രണ്ട്സിനടുത്ത് പോയിട്ട് ചെയ്യുമല്ലേ? അവര് പക്ഷെ പേടിക്കാറൊന്നുമില്ല, ഞാൻ എപ്പോഴും കൊടുക്കാറുള്ള. എന്താ ചെയ്ത ഒരു കഥ പറ. ഞാൻ ചെയ്യാറില്ല, എനിക്ക് ദേഷ്യം വരാൻ നേരത്ത് പറഞ്ഞ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിക്കും. അങ്ങനെ അടിച്ചിട്ട് അവര് ഞാൻ ഇത് കണ്ടിട്ടുള്ള. ഐ എം നോട്ട് സ്കേർഡ്. ഈ പെപ്പച്ചേട്ടനുമായിട്ടല്ലേ കൂടുതൽ കമ്പനി ആയിരുന്നു. അപ്പൊ ഈ ഷൂട്ടിന്റെ സമയത്ത് പെപ്പച്ചേട്ടൻ നല്ല രീതിയിൽ ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇടിയൊക്കെ കിട്ടിയപ്പോ വിഷമം വന്നിട്ടുണ്ടോ? നന്നായിട്ട് അടിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും. ഷൂട്ടിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓവർനൈറ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഉറങ്ങാനും പഠിക്കാൻ അതിന്റെ ഇടയിൽ പഠിത്തമൊക്കെ നടന്നിട്ടുണ്ടോ ഷൂട്ടിന്റെ സമയത്തൊന്നും? ഇല്ല. ഓവർനൈറ്റ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉറങ്ങാനൊക്കെ ടൈമൊക്കെ കിട്ടുമായിരുന്നോ? ചില സമയത്ത് ഞാൻ ഭയങ്കര ഉറങ്ങി തൂങ്ങുവാണെങ്കിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് അവര് തന്നിട്ട് ഞാൻ പോകും. ലാലേട്ടനുമായിട്ട് അഭിനയിച്ചപ്പോ എന്തായിരുന്നു? ലാലേട്ടനുമായിട്ട് ആദ്യം ഡാൻസ് ഒക്കെ കളിച്ചാണ് സ്ക്രീനിലേക്ക് എൻ്റർ ആവുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു ലാലേട്ടനുമായിട്ടുള്ള അഭിനയം? ടിപ്സ് ഒക്കെ തന്നിരുന്നു അദ്ദേഹം അഭിനയിക്കാൻ? അത് ഞാൻ പണ്ടായതുകൊണ്ട് ഓർമ്മയില്ല, പക്ഷെ ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ ടോക്കറ്റീവ് ആയിരുന്നു. ലാലേട്ടനും കൊണ്ട് ഞാൻ ഒന്നും പറയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഞാനെല്ലാം എൻ്റെ ഇഷ്ടമുള്ളത് ഞാനെല്ലാം തുറന്നു പറയും. എന്നിട്ട് പറയാൻ നേരത്ത് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അന്ന് ഡാൻസ് കളിച്ചിട്ട് ബർത്ത്ഡേ ആയിരുന്നില്ലേ? ലാലേട്ടൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ തന്നെന്ന് അറിഞ്ഞു. സമ്മാനം തന്നു.
ആ സമയത്ത് മോൺസ്റ്ററിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിലായിരുന്നു. എനിക്ക് എല്ലാവരും കുറെ ഗിഫ്റ്റ് വാങ്ങിച്ചു. താങ്ക് ഗോഡ് ആ സമയത്ത്. അപ്പം എനിക്ക് കുറെ ഗിഫ്റ്റും ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യാറുണ്ട്. എന്റെ കസിൻസും യൂസ് ചെയ്യും. കുഞ്ഞാണ്ട് അവര് ലാലേട്ട മേക്കപ്പ് സെറ്റ് ആണല്ലേ തന്നത്? ആ. ഹണി റോസ് ഗിഫ്റ്റ് ബാർബീന്റെ എന്തോ തന്നെ. ഉർവശി ആന്റി ആയിട്ടുള്ള ഉർവശി ആന്റി പാർവതി അവരുമായിട്ട് ഉള്ളൊഴുക്കിലൊക്കെ അഭിനയിച്ചപ്പോ എന്തെങ്കിലും? പാർവതി ചേച്ചിന്റെ കൂടെ ഞാൻ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഇങ്ങനെ ഡുവോലിംഗോ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ അതിന്റെ അകത്തുനിന്ന് നമ്മളിങ്ങനെ ഫ്രഞ്ച് ആയിരിക്കും. കോമ്പറ്റീഷനായി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ആദ്യം തീർന്നു, എല്ലാം കറക്റ്റാണ്, ഞാൻ വിൻ. അങ്ങനെ ഭയങ്കര കോമ്പറ്റീവ്. പിന്നെ ഞാൻ അപ്പം എനിക്ക് കൊറിയൻ ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ കൊറിയൻ പഠിച്ചാലോ. അപ്പം നോ, ഫ്രഞ്ചാണ് നമ്മുടെ മെയിൻ അൾട്ടിമേറ്റ് ടാസ്ക് എന്നൊക്കെ പറയും. ബിടിഎസിന്റെ ഒക്കെ ആരാധികയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതായിരുന്നു. BTS, ബ്ലാക്ക് പിങ്ക്. പണ്ട് പാട്ടൊക്കെ പാടും. ഇപ്പൊ പാട്ടൊക്കെ ഉണ്ടോ? ഇപ്പൊ പാട്ട് ഒന്നുമില്ല. പണ്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയില്. കാലിങ്ങനെ ഫുള്ളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഉണ്ടോ പരിപാടികളൊക്കെ? ഒന്നുമില്ല. നമ്മുടെ ദാവിദിൽ അഭിനയിച്ചപ്പോ എന്തെങ്കിലും പരിപാടി പഠിച്ചിരുന്നോ? ഇങ്ങനെ വല്ല ബോക്സിങ്ങോ? കളരി ഞാൻ കച്ച കിട്ടിയിട്ടുണ്ട്. സിനറ മറ്റേ സ്റ്റിക്ക് വെച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് ആയി. അപ്പൊ ഞാൻ പെപ്പേനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. 2-3 മൂവ്സ് നമ്മള് പഠിച്ചു വന്നിട്ട് ഇതൊക്കെ അത്ര നമ്മുടെ അത്ര എത്തിയിട്ടില്ലല്ലേ? എന്റെ അത്ര എത്തിയിട്ടില്ല. ഞാൻ കച്ച, മീ സീനിയർ. ഓക്കെ ഓക്കെ ഓക്കെ. പെപ്പ ബോക്സിങ്, നമ്മള് ബോക്സിംഗ്, നമ്മള് കളരി. ഓക്കെ ഓക്കെ. ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടോ പെപ്പേനെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തപ്പോ? എക്സ്പീരിയൻസ് അങ്ങനെ എന്തായാലും ഭയങ്കര പ്രൗഡ് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ഞാനൊരു ആശാനെ പോലെ ഐ ചെയ്യൂ നോ അങ്ങനെ ഹു ഉണ്ട്. അപ്പൊ പെപ്പ ഇതെങ്കിലും ചെയ്യും? ചെയ്യും. പറഞ്ഞ കേൾക്കുന്ന ആളാണല്ലേ പെപ്പെ? യെസ്. വഴക്കൊക്കെ പറയോ പെപ്പേനെ? അത് ചെയ്യരുത്, ഇതിങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയൂലേ? എനിക്ക് ആക്ച്വലി ചെറിയ പേടിയാണോ? എംബാരസിംഗ്. അജു വർഗീസുമായിട്ട് അഭിനയിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? അജു വർഗീസിന്റെ മോളായിട്ട് അഭിനയിച്ചില്ലായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? ഓൾറെഡി ഇൻ റിയൽ ലൈഫ് ഫണ്ണി ഗായ് ആണ്, മൂവിയിലും അങ്ങനെയാണ്. അപ്പം ഭയങ്കര ഫണ്ണി ആയിരുന്നു. പിന്നെ എനിക്ക് ഒരു ആഡ് ചെയ്തിട്ടാണ്, ഏതൊരു ആഡ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തമിഴ് മൂവി പറഞ്ഞു തന്നു. ഓഡിഷന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്നിട്ട് തമിഴ് മൂവി, ഫസ്റ്റ് എൻ്റെ തമിഴ് മൂവി ഇപ്പം ജൂണിലാ പറന്നുപോ. അത് എന്താണ് അതിന്റെ അപ്ഡേഷൻ? ഇപ്പൊ അവര് നെതർലാൻഡ് അല്ലേ സ്വിറ്റ്സർലാൻഡോ എവിടെങ്ങാണ്ട് പോയേക്കോ. അത് ഉടനെ ഇറങ്ങും. ആ പടം ഉടനെ ജൂൺ ആദ്യത്തെ തമിഴ് മൂവി. ഒരുപാട് പേരുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാല്, ബിജു മേനോൻ, അജു വർഗീസ്, ഉർവശി മാം, അങ്ങനെ ഒരുപാട് പേരുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരുമായിട്ടാണ് കൂടുതൽ സിങ്ക് ആയതും ആരുമായിട്ട് സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്? എല്ലാവരുടെ അടുത്തും നല്ല ഇഷ്ടമായിരുന്നു മിണ്ടാൻ. പക്ഷെ കൂടുതൽ ടോക്കട്ടീവ് ലാലേട്ടൻ സമയത്തായിരുന്നു. അപ്പം ലാലേട്ടൻ പക്ഷെ നല്ല എല്ലാവരുടെ അടുത്തും ഞാൻ ടോക്കട്ടീവ് ആയിരുന്നു. പക്ഷെ മമ്മൂട്ടിയുടെ ഇച്ചിരി പേടിയുണ്ടായി. നമുക്കൊന്നും പറയുന്നില്ലായിരുന്നോ? സംസാരിക്കുക, കൊഞ്ചിക്കൊക്കെ ചെയ്യുമായിരുന്നോ? കുറച്ചുകൂടെ കുട്ടിയല്ലായിരുന്നോ മമ്മൂട്ടിയായിട്ട് അഭിനയിക്കുമ്പോ? ആ കാറിന്റെ ഫൈറ്റിംഗ് സീൻസിലൊക്കെ കുക്കു അതിനകത്തില്ലായിരുന്നു? ആ കാറിനകത്തില്ലായിരുന്നു? ഞാനപ്പം മുന്നിൽ ഇങ്ങോട്ട് നോക്കി, ബാക്കിലാണല്ലോ മമ്മൂക്ക. അപ്പൊ എനിക്ക് പേടിയായിട്ട് ഞാനിങ്ങനെ എന്നിട്ട് നോക്കാതിരിക്കാൻ നേരത്ത് നോക്കും, എന്നെ നോക്കുന്നുണ്ടോന്ന്. പിന്നെ പാട്ട് പാടുമെന്നൊക്കെ കേട്ടിരുന്നു. പാട്ടൊക്കെ ഞാൻ കുറച്ച് കേട്ടിരുന്നു. ബിടിഎസിന്റെ പാട്ടൊക്കെ പാടുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ബിടിഎസിന്റെ നേരത്തെ പറഞ്ഞു കൊറിയൻ പാട്ടാണ് ഞാൻ കൂടുതൽ കേൾക്കുന്നതെന്നൊക്കെ. പാടാറില്ല. ഞാൻ 2-3 വീഡിയോ കാണിച്ചു തരട്ടെ പാടുന്നത്? അത് പണ്ടത്തെ, ഇപ്പൊ ഇല്ലല്ലോ. എന്തൊക്കെയാണ് കലാവാസന? എന്തൊക്കെയാണ് വേറെ ഉള്ളത്? സ്പോർട്സ് ആണോ ആർട്സ് ആണോ കൂടുതൽ താല്പര്യം? അല്ല, സ്പോർട്സ് ആണ്. സ്പോർട്സിൽ ഏത് എനിക്ക് ഇഷ്ടം? അങ്ങനെ പറയില്ലേ. സ്പോർട്സ് ഞാൻ റണ്ണിങ് റേസ് ഒക്കെ ഫുൾ 100 മീറ്റർ, പിന്നെ ഡോഡ്ജ് ബോള്, അങ്ങനത്തെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടാറുണ്ട്. ഓക്കെ. ആർട്സിലോ പടമൊക്കെ വരയ്ക്കും? പടം വരയ്ക്കുന്നുണ്ട്. പെയിന്റിങ്, സീനറി പെയിന്റിങ് അങ്ങനെ ചെയ്യാറുണ്ട്. ഡ്രോയിങ്, പെൻസിൽ ഡ്രോയിങ് അത്രയും ഗുഡല്ല. കാർട്ടൂൺസ് ഒക്കെ വരയ്ക്കും, അല്ലാതെ ഞാൻ നോക്കുന്നേ ഉള്ളൂ. സിനിമയെ കണ്ടിട്ട് പോസിറ്റീവ് കമന്റിനോടൊപ്പം നെഗറ്റീവ് കമന്റും സ്വാഭാവികമായിട്ട് വരാറുണ്ട്. ഇപ്പൊ അപ്പൊ കുക്കുന് എങ്ങനെയാ അത് ഫീൽ ചെയ്യുന്നത്? നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോ ആദ്യം ചെറിയ വിഷമൊക്കെ ഉണ്ടായി. പിന്നെ
എനിക്ക് കുഴപ്പമില്ല. എന്റെ ഒപ്പീനിയനിൽ എന്റെ ഫ്രണ്ട്സും പറഞ്ഞേക്കണം നല്ലതാന്നാ. അവരെന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ എന്തിനാ കേൾക്കണം? പോസിറ്റീവ് ആയിട്ടുള്ള കോമന്റ്സ് ഞാൻ നോക്കും, നെഗറ്റീവ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. ഓക്കെ, അപ്പോ നന്ദി ഇത്രയും നേരം നമ്മോട് സംസാരിച്ചതിനും ഇവിടെ വന്നതിനും. സിനിമകളിൽ ഇനിയും നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ. താങ്ക് യു. താങ്ക് യു.